ഗുഡ് മോർണിംഗ്. നമ്മളിന്നിവിടെ റെസൊല്യൂഷൻ ഓഫ് എ വെക്ടറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ. അപ്പോൾ എന്താണ് റെസൊല്യൂഷൻ? ഒരു വെക്ടറിനെ അതിൻ്റെ കമ്പണൻസ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. കമ്പണൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗങ്ങൾ. ഓക്കെ, ദ സ്പ്ലിറ്റിംഗ് ഓഫ് എ വെക്ടർ ഇൻ ടു ഇറ്റ്സ് കമ്പണൻസ് ഈസ് കാൾഡ് റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ. ഓക്കെ, അതായത് ഒരു വെക്ടറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി അതിൻ്റെ ഘടകങ്ങളാക്കി തിരിക്കുന്ന അതിനെയാണ് നമ്മൾ, അതായത് കമ്പണൻസ് ആക്കി മാറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്? റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെ മാറ്റിയ കമ്പണൻസ് പരസ്പരം പെർപെൻഡിക്കുലർ ആണെങ്കിൽ, അതായത് ഈ കമ്പണൻസിൻ്റെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അത്തരം കമ്പണൻസിനെ നമ്മൾ റെക്റ്റാങ്കുലർ കമ്പണൻസ് എന്ന് പറയും. ഓക്കെ, ഇഫ് ദ കമ്പണൻസ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ദേ ആർ നോൺ ആസ് റെക്റ്റാങ്കുലർ കമ്പണൻസ്. അപ്പോൾ നമ്മളോട് എക്സാമിന് റെക്റ്റാങ്കുലർ കമ്പണൻസ് കാണാനാവും പറയാം. ഇപ്പോൾ പ്രോബ്ലം ആണെങ്കിലും റെക്റ്റാങ്കുലർ കമ്പണൻസ് കാണാൻ പറയാം. അപ്പോൾ എന്താണ് റെക്റ്റാങ്കുലർ കമ്പണൻസ്? അപ്പോൾ ഒരു വെക്ടറിനെ അതിൻ്റെ ഭാഗങ്ങളാക്കി തിരിക്കുന്നത് എന്താണ്? റെസൊല്യൂഷനാണ്. അങ്ങനെ ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുള്ള ആ ഭാഗങ്ങൾ പരസ്പരം പെർപെൻഡിക്കുലർ ആണെങ്കിൽ, മ്യൂച്വലി പെർപെൻഡിക്കുലർ, അതായത് ആ കമ്പണൻസിൻ്റെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അത്തരം കമ്പണൻസിനെ നമുക്ക് എന്ത് പറയാം? റെക്റ്റാങ്കുലർ കമ്പണൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിനി റെക്റ്റാങ്കുലർ കമ്പണൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പിക്ചർ നോക്കിക്കോളൂ. എഫ് എന്നുള്ളത് ഒരു വെക്ടറാണ്. ഓക്കെ, എഫ് പിക്ചറിലുണ്ടാവും എഫ് എന്നുള്ളത്. ആ എഫിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും കിടക്കുന്ന എഫ് എക്സ് ആൻഡ് എഫ് വൈ. ഓക്കെ, രണ്ടെണ്ണമാണ് ഇത്, എഫ് എക്സ് ആൻഡ് എഫ് വൈ. അപ്പോൾ എഫ് എക്സിൻ്റെയും എഫ് വൈൻ്റെയും ഇടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രിയാണ് എഫ് എക്സിൻ്റെയും എഫ് വൈൻ്റെയും ഇടയിലുള്ള ആംഗിൾ. അപ്പോൾ അവ എന്താണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്, പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് എക്സും എഫ് വൈയും എന്താണ്? എഫിൻ്റെ റെക്റ്റാങ്കുലർ കമ്പണൻസ് ആണ്. ഓക്കെ, എഫിൻ്റെ രണ്ട് റെക്റ്റാങ്കുലർ കമ്പണൻസുകളാണ് ഏതൊക്കെ? എഫ് എക്സ് ആൻഡ് എഫ് വൈ. ഓക്കെ, അതിന് കാരണം എന്താ? എഫ് എക്സും എഫ് വൈയും പരസ്പരം എന്താണ്? പെർപെൻഡിക്കുലർ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇനി എങ്ങനെ അത് എഫ് എക്സ് ആൻഡ് എഫ് വൈ കാണാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ആ പിക്ചർ നോക്കിക്കോളൂ. എഫ് ആണ് നമ്മൾ എടുക്കുന്ന വെക്റ്റർ. ഓക്കെ, അപ്പോൾ എഫ് നിങ്ങൾക്ക് ഫോൾസായി കൺസിഡർ ചെയ്യാം, ഫോൾസാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ നിങ്ങളോട് റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ ആവും ചോദിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ റെസൊല്യൂഷൻ ഓഫ് എ ഫോൾസ് ചോദിക്കും. രണ്ട് ചോദിച്ചാലും നിങ്ങൾ എഴുതേണ്ടത് ഇത് തന്നെയാണ്. ഓക്കെ, റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ ചോദിച്ചാലും റെസൊല്യൂഷൻ ഓഫ് എ ഫോൾസ് ചോദിച്ചാലും. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് ഒരു വെക്ടറാണ്. എഫിൻ്റെയും എഫ് എക്സിൻ്റെയും ഇടയിലുള്ള ആംഗിളാണെന്ത്? തീറ്റ. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് ആ പിക്ചർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഒരു റെക്റ്റാങ്കിൾ, ഒരു ചതുരാക്കിയിട്ട് അതിന് മാറ്റാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു തീറ്റ ആംഗിൾ വരുന്ന ഒരു ട്രയാങ്കിളും കിട്ടും, ഒരു ത്രികോണവും കിട്ടും. ഓക്കെ, ആ ത്രികോണത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? കോസ് തീറ്റയും സൈൻ തീറ്റയും അപ്ലൈ ചെയ്യാം. അപ്പോൾ പിക്ചർ നോക്കിക്കോളൂ. കോസ് തീറ്റ ഈക്വൽ ടു, കോസ് തീറ്റ എങ്ങനെ കാണുക? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനൂസ്. ഓക്കെ, അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനൂസ്. അപ്പോൾ തീറ്റയുടെ സമീപവശം ഏതാണ്? എഫ് എക്സ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? എഫ് എക്സ്. അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? എഫ് എക്സ് ബൈ എഫ് എന്ന് എഴുതാം. ഓക്കെ, എഫ് എക്സ് ഡിവൈഡഡ് ബൈ എഫ്. ദെൻ എഫ് എക്സ് ഈക്വൽ ടു, എഫ് നേരെ അപ്പുറത്തേക്കാണ് പോകും. അപ്പോൾ എഫ് താഴെയുള്ള എഫ് എങ്ങോട്ട് വരും? മുകളിലോട്ട് വരും. ദെൻ എഫ് എക്സ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ. എഫ് എക്സ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ. അപ്പോൾ ഒരു കമ്പോണൻറ്റ് കിട്ടി, എഫ് എക്സ് കിട്ടിയില്ലേ? എഫ് എക്സ് കാണാനുള്ള ഇക്വേഷനാണ് എന്ത്? എഫ് കോസ് തീറ്റ. ഇനി അടുത്ത് നമ്മൾ അതിൽ തന്നെ സൈൻ തീറ്റ അപ്ലൈ ചെയ്യുക. സൈൻ തീറ്റ എങ്ങനെ അപ്ലൈ ചെയ്യാം? സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനൂസ് ആണ്, എതിർവശം ബൈ കർണം. അപ്പോൾ ഇവിടെ തീറ്റേൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? എഫ് വൈക്ക് തുല്യമായിരിക്കും. പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. തീറ്റേൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എഫ് വൈക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് സൈൻ തീറ്റ ഈക്വൽ ടു എന്തെഴുതാം? എഫ് വൈ ഡിവൈഡഡ് ബൈ എഫ്. ഓക്കെ, ദെൻ എഫ് വൈ ഈക്വൽ ടു താഴെയുള്ള എഫ് നേരെ പുറത്ത് മുകളിലോട്ട് വരും. അപ്പോൾ എഫ് വൈ ഈക്വൽ ടു എന്തെഴുതാം? എഫ് സൈൻ തീറ്റ. എഫ് വൈ ഈക്വൽ ടു എഫ്
സൈൻ തീറ്റ. അപ്പോൾ രണ്ട് റെക്റ്റാങ്കുലർ കമ്പണൻസ് കാണാനുള്ള ഇക്വേഷൻ ആണെന്ത്? എഫ് എക്സ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ എന്നും എഫ് വൈ ഈക്വൽ ടു എഫ് സൈൻ തീറ്റ എന്നും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സ് ആക്സിസിൽ തന്നെ എന്ത് എഴുതുക? എഫ് എക്സ് എന്ന് എഴുതുക. വൈ ആക്സിസിൽ തന്നെ എന്ത് എഴുതുക? എഫ് വൈ എന്ന് എഴുതുക. പിന്നെ എന്ത് ചെയ്യുക? പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എഫ് ആൻഡ് എഫ് എക്സ്. ദെൻ കോസ് തീറ്റയും സൈൻ തീറ്റയും കാണാം. അപ്പോൾ ഇത്രയും റെസൊല്യൂഷൻ ഓഫ് എ വെക്റ്റർ ചോദിച്ചാൽ എഴുതാനുള്ളതാണ്, റെസൊല്യൂഷൻ ഓഫ് എ വെക്റ്റർ. ഇനി നമുക്കതിൻ്റെ പ്രോബ്ലം നോക്കാം. എ ഫോഴ്സ് ഓഫ് 50 Newton is acting at an angle 30 degree with the horizontal. Determine its rectangular components. അപ്പോൾ റെക്റ്റാങ്കുലർ കമ്പണൻസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലത്തിൽ റെക്റ്റാങ്കുലർ കമ്പണൻസ് ചോദിക്കുള്ളൂ, കാരണം അതിനാണ് നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഫോഴ്സ് തന്നിട്ടുണ്ട് എത്രയാണ്? 50 Newton. ഈസ് ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ 30 degree. എത്ര ഡിഗ്രിയാണ്? 30 degree വിത്ത് ദ ഹൊറിസോണ്ടൽ. അപ്പോൾ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ്. ഓക്കെ, അപ്പോൾ പിക്ചറിലുള്ള എക്സ് ആക്സിസുമായി എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. അപ്പോൾ തീറ്റ തന്നിട്ടുണ്ട് എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. ഡിറ്റർമൈൻ ഇറ്റ്സ് റെക്റ്റാങ്കുലർ കമ്പണൻസ്. എന്ത് കാണണം? റെക്റ്റാങ്കുലർ കമ്പണൻസ് കാണണം. അപ്പോൾ എഫ് ഈക്വൽ ടു 50 Newton, തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി. ദെൻ എഫ് എക്സ് കാണാനുള്ള ഇക്വേഷൻ ആണെന്ത്? എഫ് കോസ് തീറ്റ. ഓക്കെ, ദെൻ എഫ് എക്സ് ഈക്വൽ ടു എഫിൻ്റെ പകരം എന്ത് കൊടുക്കുക? 50. ഫോൾസ് 50 ആണ് അല്ലേ? ദെൻ കോസ് 30 ഈക്വൽ ടു 43.3 Newton. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്ററിൽ നേരിട്ട് വാല്യൂ അടിച്ചാൽ മതി. കോസ് 30ൻ്റെ വാല്യൂ എത്രയാണെന്നൊന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട. ഓക്കെ, നേരിട്ട് 50 കോസ് 30 എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് 43.3 Newton. അപ്പോൾ ന്യൂട്ടൺ എവിടെ നിന്നാണ് വന്നത്? തന്നത് എന്താണ്? ഫോൾസാണ്. അപ്പോൾ അതിൻ്റെ കമ്പണൻറ്റ് എന്ത് തന്നെ ആയിരിക്കും? ഫോൾസ് തന്നെ ആയിരിക്കും. ഓക്കെ, ദെൻ എഫ് വൈ ഒരു കമ്പണൻറ്റ് കൂടി ഉണ്ടല്ലേ? വൈ. എഫ് വൈ ഈക്വൽ ടു എഫ് സൈൻ തീറ്റ. ദെൻ എഫ് വൈ ഈക്വൽ ടു 50 സൈൻ 30 ഈക്വൽ ടു 25 Newton. അപ്പോൾ കമ്പണൻസിന് തന്ന അതേ ക്വാണ്ടിറ്റീൻ്റെ യൂണിറ്റിന് ഇടുക. ഓക്കെ, ന്യൂട്ടൺ ആയതുകൊണ്ട് കമ്പണൻസ് എന്തിൽ തന്നെ ആയിരിക്കും? ന്യൂട്ടണിൽ തന്നെ ആയിരിക്കും. എഫ് എക്സ് ആൻഡ് എഫ് വൈ. ഓക്കെ, ദെൻ അടുത്തൊരു പ്രോബ്ലം നോക്കിക്കോളും. എ ഫോഴ്സ് ഓഫ് 100 Newton. എത്ര ന്യൂട്ടൺ ആണ്? 100 Newton ഈസ് ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ 60 degree വിത്ത് ദ ഹൊറിസോണ്ടൽ. അപ്പോൾ ഫോഴ്സ് 100 Newtonഉം തീറ്റ എത്ര ഡിഗ്രിയാണ്? 60 degree. ഡിറ്റർമൈൻ ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പണൻസ്. അപ്പോൾ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ്? അവിടെ റെക്റ്റാങ്കുലർ കമ്പണൻസ് എന്നാണ് ചോദിച്ചിരുന്നത്. ഇവിടെ ചോദിച്ചത് എന്താണ്? ഡിറ്റർമൈൻ ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പണൻസ്. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഏത് ആക്സിസാണ്? എക്സ് ആക്സിസ്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? കുത്തനുള്ള ആക്സിസ്. ഏത് ആക്സിസാണ്? വൈ ആക്സിസ്. അപ്പോൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പണൻസ് എന്ന് പറഞ്ഞാൽ ഏത് കമ്പണൻസ് തന്നെ ആയിരിക്കും? റെക്റ്റാങ്കുലർ കമ്പണൻസ് തന്നെയാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി ചോദിച്ചു എന്നുള്ളൂ. കാണേണ്ടത് എന്ത് തന്നെയാണ്? എഫ് എക്സും എഫ് വൈയും ആണ്. അപ്പോൾ ഇവിടെ എഫ് എത്രയാണ്? 100 Newton. തീറ്റ എത്ര ഡിഗ്രിയാണ്? 60 degree. ദെൻ എഫ് എക്സ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ. എഫ് എക്സ് ഈക്വൽ ടു എഫിന് പകരം 100 കോസ് തീറ്റയ്ക്ക് പകരം 60. 100 കോസ് 60 ഈക്വൽ ടു 50 Newton. ദെൻ എഫ് വൈ ഈക്വൽ ടു കാണാൻ എഫ് സൈൻ തീറ്റ. ദെൻ എഫ് വൈ ഈക്വൽ ടു 100 സൈൻ 60 ഈക്വൽ ടു 86.60 Newton. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കുലർ കമ്പണൻസ് ചോദിച്ചാലും ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പണൻസ് ചോദിച്ചാലും ചെയ്യാനുള്ളത് എന്ത് തന്നെയാണ്? എഫ് എക്സ് ആൻഡ് എഫ് വൈ തന്നെയാണ്. ഓക്കെ, അപ്പോൾ രണ്ട് പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഒന്നുകൂടി നോക്കാം. നമ്മൾ ആദ്യം നോക്കിയത് എന്തായിരുന്നു? റെസൊല്യൂഷൻ ഓഫ് എ വെക്റ്റർ. ഓക്കെ, ദ സ്പ്ലിറ്റിംഗ് ഓഫ് എ വെക്റ്റർ ഇൻടു ഇറ്റ്സ് കമ്പോണൻറ്റ്സ് ഈസ് കാൾഡ് റെസൊല്യൂഷൻ ഓഫ് എ വെക്റ്റർ. ഒരു വെക്റ്ററിനെ അതിൻ്റെ കമ്പോണൻറ്റ്സ് ആക്കി തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? റെസൊല്യൂഷൻ ഓഫ് എ വെക്റ്റർ. ഇനി അങ്ങനെ കിട്ടുന്ന കമ്പോണൻറ്റ്സ് പരസ്പരം പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത്തരം കമ്പോണൻസിന് നമ്മൾ റെക്റ്റാങ്കുലർ കമ്പോണൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എഫ് എന്നുള്ള ഒരു വെക്റ്ററിൻ്റെ രണ്ട് കമ്പോണൻസ് ആണ് ഏതൊക്കെ? എഫ് എക്സ് ആൻഡ് എഫ് വൈ. അപ്പോൾ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എഫ് ആൻഡ് എഫ് എക്സ്. ദെൻ cos theta equal to fx by f, fx equal to f cos theta. Then sin theta equal to fy by f, fy equal to f sin theta.
അപ്പോൾ റെസൊല്യൂഷൻ ഓഫ് എ വെക്ടറും റെക്റ്റാങ്കുലർ കമ്പോണൻസും കാണാൻ പറഞ്ഞാൽ പിക്ചർ നിർബന്ധമാണ്. പിക്ചർ വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ എഫ് എക്സ് ആൻഡ് എഫ് വൈ. ഇനി അതിൻ്റെ പ്രോബ്ലംസ് ഫോൾസ് ഇവിടെ തന്നിട്ടുള്ള ആദ്യത്തെ പ്രോബ്ലത്തിൽ നമ്മളോട് പറഞ്ഞത് റെക്റ്റാങ്കുലർ കമ്പോണൻസ് കാണാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ എഫ് എക്സ് ആൻഡ് എഫ് വൈ വാല്യൂസ് നേരിട്ട് കൊടുക്കുക, കാൽക്കുലേറ്ററിൽ അപ്ലൈ ചെയ്യുക, ആൻസർ എഴുതാം. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തന്നത് ന്യൂട്രലാണെങ്കിൽ കമ്പോണൻസ് എന്തിൽ തന്നെ ആയിരിക്കും, ന്യൂട്രൽ തന്നെ ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഡിറ്റർമൈൻ ദ ഒറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ് ആണ്. അപ്പോൾ മാറരുത്, ഒറിസോണ്ടൽ നിന്നും വെർട്ടിക്കൽ കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തന്നെയാണ് കാണുന്നത്, റെക്റ്റാങ്കുലർ കമ്പോണൻസ് തന്നെയാണ് കാണുന്നത്. അതായത് എഫ് എക്സ് ഈക്വൽ ടു എഫ് കോസ് തീറ്റയും കാണണം, എഫ് വൈ ഈക്വൽ ടു എഫ് സൈൻ തീറ്റയും കാണണം. ഓക്കെ, ദാറ്റ് ഈസ് റെസൊല്യൂഷൻ ഓഫ് എ വെക്റ്റർ. Okay, thank you.